പാലക്കാട്ട് വൻ കഞ്ചാവ് വേട്ട. ആന്ധ്രയിൽ നിന്ന് മിനി ലോറിയിൽ എത്തിച്ച 296 കിലോ കഞ്ചാവ് പോലീസ് പിടികൂടി. പ്ലാസ്റ്റിക് കുപ്പികൾക്കിടയിൽ ഒളിപ്പിച്ചായിരുന്നു കഞ്ചാവ് കടത്ത്. 2 പേരെ അറസ്റ്റ് ചെയ്തു. കേരളത്തിലെ വിവിധ ജില്ലകളിലെ കഞ്ചാവ് കച്ചവടക്കാർക്ക് നേരിട്ട് എത്തിച്ചു കൊടുക്കുവാൻ മിനി ലോറിയിലാണ് കഞ്ചാവ് കൊണ്ടുവന്നത്. 3 കോടി രൂപ വില വരുന്ന 296 കിലോ ഉണക്ക കഞ്ചാവ് പോലീസിന്റെ ലഹരിവിരുദ്ധ സ്ക്വാഡ് നഗരത്തിലെ മഞ്ഞക്കുളം പള്ളിക്ക് സമീപത്ത് വെച്ചാണ് പിടികൂടിയത്. ലോറിയിൽ കഞ്ചാവ് പാക്കറ്റുകൾ അടുക്കി വെച്ച ശേഷം പ്ലാസ്റ്റിക് കുപ്പികൾ നിറച്ച ചാക്കുകളും അടുക്കിയിരുന്നു. ആന്ധ്രയിലെ കഞ്ചാവ് കച്ചവടക്കാരനായ നെല്ലൂർ സ്വദേശി BV റെഡ്ഡി, ഡ്രൈവറും സഹായിയുമായ തമിഴ്നാട് സേലം പനമരത്തുപെട്ടി സ്വദേശി വിനോദ് കുമാർ എന്നിവരെ അറസ്റ്റ് ചെയ്തു. കുറെ പ്ലാസ്റ്റിക് കുപ്പികൾ അടുക്കിയിട്ട് അതിന്റെ അടിയിലാണ് ഈ സാധനം വെച്ചിരുന്നത്. അപ്പോൾ വലിയ ചരക്ക് വാഹനങ്ങളൊക്കെ വന്നിരുന്നത് എല്ലാം 3 ടണ്ണും 4 ടണ്ണൊക്കെ വരുന്നതാണ്. അപ്പോൾ നമ്മൾ എല്ലാ വാഹനങ്ങളും നമ്മൾ ചെക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ടോട്ടൽ ഈ ചരക്ക് മൂവ്മെന്റിനെ നമ്മൾ ബാധിക്കും. അപ്പോൾ നമ്മുടെ ഇന്റലിജൻസ് വിങ്ങിനെ കൂടുതൽ ശക്തമാക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പ്രാക്ടിക്കൽ ആയിട്ടുള്ള സൊല്യൂഷൻ. അല്ലാന്നുണ്ടെങ്കിൽ എല്ലാ വാഹനങ്ങളും നിർത്തി മുഴുവനായിട്ട് നമ്മൾ അഴിച്ചു പരിശോധിക്കേണ്ട വരും. ആന്ധ്രാപ്രദേശിലെ അരക്കു വനമേഖലയിൽ വിളവെടുത്ത കഞ്ചാവാണിതെന്ന് പ്രതികൾ പറഞ്ഞു. കോവിഡ് കാലമായതിനാൽ ട്രെയിൻ ഗതാഗതം നിലച്ചതോടെ ലോറികളിൽ മൊത്തമായി കഞ്ചാവ് കൊണ്ടുവരികയാണ്. നേരത്തെ മീൻ, പച്ചക്കറി ലോറികളിൽ ഉൾപ്പെടെ കഞ്ചാവ് പിടികൂടിയിരുന്നു. കഴിഞ്ഞയാഴ്ച വാളയാറിൽ ഓട്ടോറിക്ഷയിൽ കടത്തിയ 65 കിലോ കഞ്ചാവ് പിടികൂടി. പ്രതികളിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ പ്രകാരം അന്വേഷണം ഊർജിതമാക്കിയെന്ന് ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു. മനോരമ ന്യൂസ്, പാലക്കാട്.